ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു മാന്ത്രിക ലോകമുണ്ട്. അവിടെ ഓരോ 4 വർഷം കൂടുമ്പോഴും പുതിയ രാജാക്കന്മാരും ഇതിഹാസങ്ങളും ജനിക്കാറുമുണ്ട്. സാധാരണയായി സ്ട്രൈക്കർമാരുടെയും മിഡ്ഫീൽഡർമാരുടെയും ഗോളടികളിലും ഡ്രിബിളിങ്ങുകളിലും ലോകം മനം മയങ്ങാറുണ്ട് എങ്കിലും ചിലപ്പോഴൊക്കെ ഗോൾ വലയ്ക്ക് മുന്നിൽ ഇരുമ്പ് മറ തീർക്കുന്ന കാവൽക്കാർ കളിയുടെ മുഴുവൻ ഗ്ലാമറും സ്വന്തമാക്കാറുണ്ട്. അത്തരത്തിൽ ആധുനിക ഫുട്ബോൾ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ലോകകപ്പ് വേദികളിൽ വിസ്മയമായി മാറിയ ഒരു പേരാണ് ഗില്ലർമോ ഒച്ചാവ. മെക്സിക്കോയുടെ ഈ വിഖ്യാത ഗോൾ കീപ്പർ ഫുട്ബോൾ ലോകത്തിന് നൽകിയ പ്രകടനങ്ങൾ കേവലം ചില മത്സരങ്ങളുടെ വിജയത്തിനുമപ്പുറം കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലോകകപ്പ് മാമാങ്കങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രം നിദ്രയിൽ നിന്ന് ഉയർന്നിരുന്ന ഒരു മാന്ത്രികനെപ്പോലെ ഒച്ചോവ ഗോൾ വലയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരക്കാർ പോലും പലപ്പോഴും വഴിമുട്ടി നിന്നിട്ടുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ വേണ്ടത്ര വാഴ്ത്തപ്പെടാതെ പോയ, എന്നാൽ ഓരോ ലോകകപ്പിലും അതികായന്മാരെ മുട്ടുകുത്തിച്ച ഒരു യഥാർത്ഥ പോരാളിയുടെ കഥയാണ് ഒച്ചാവയുടെ. ഫ്രാൻസിസ്കോ ഗില്ലർമോ ഒച്ചോവ മഗാന എന്ന പൂർണ്ണനാമത്തിൽ അറിയപ്പെടുന്ന ഈ താരം മെക്സിക്കൻ ക്ലബ്ബായ ക്ലബ് അമേരിക്ക മെക്സിക്കോയിലൂടെയാണ് തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മികച്ച റിഫ്ലക്സുകളും കൃത്യമായ സമയബോധവും കൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ അജാസിയോ, മലാഗ, ഗ്രനാഡ, സ്റ്റാൻഡേർഡ്സ് ലീഷ് തുടങ്ങിയ ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട് എങ്കിലും ഒരുപക്ഷെ ലോകത്തിലെ മുൻനിര വമ്പൻ ക്ലബ്ബുകളുടെ ഭാഗമാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ക്ലബ്ബ് ഫുട്ബോളിലെ ഈ ശരാശരി സാന്നിധ്യത്തെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുകയായിരുന്നു മെക്സിക്കോയുടെ ദേശീയ ജേഴ്സിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം. ക്ലബ്ബ് തലത്തിൽ വലിയ കിരീടങ്ങൾ ചൂടാത്ത ഒരു കളിക്കാരൻ അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയാണ് ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയായി മാറുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒച്ചാവ. വൻകിട ക്ലബ്ബുകളുടെ പളപളപ്പില്ലാതെ തന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി പരിണമിക്കുന്നത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഒച്ചാവ എന്ന പേര് ആഗോളതലത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയത് 2014 ബ്രസീൽ ലോകകപ്പിലാണ്. ആ ലോകകപ്പിൽ ആതിഥേയരായ ബ്രസീലിനെതിരെയുള്ള മെക്സിക്കോയുടെ മത്സരം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പിംഗ് പ്രകടനങ്ങളിൽ ഒന്നിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നെയ്മറും തിയാഗോ സിൽവയും ഫ്രെഡും അടങ്ങിയ ബ്രസീലിൻ്റെ അതിശക്തമായ മുന്നേറ്റ നിര തൊടുത്തുവിട്ട ഓരോ വെടിയുണ്ടകളെയും അവിശ്വസനീയമായ ചാട്ടങ്ങളിലൂടെയും കൈവേഗതയിലൂടെയും ഒച്ചാവ തടുത്തിട്ടു. അന്ന് നെയ്മറുടെ അതിമനോഹരമായ ഒരു ഹെഡർ ഗോൾ ലൈനുകളിൽ നിന്ന് ഒച്ചാവ തട്ടിയകറ്റിയ ദൃശ്യം 1970 ലോകകപ്പിൽ പെലെയുടെ ഹെഡർ തടുത്ത ഗോർഡൻ ബാങ്ക്സിൻ്റെ ചരിത്രപ്രസിദ്ധമായ സേവിനോടാണ് ഫുട്ബോൾ പണ്ഡിതന്മാർ ഉപമിച്ചത്. ആ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചപ്പോൾ ലോകം മുഴുവൻ ഒച്ചാവ എന്ന പേര് മന്ത്രിക്കുകയായിരുന്നു. ഒരു ഗോൾ കീപ്പർക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഒരു മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കാമെന്ന് അദ്ദേഹം അന്ന് തെളിയിച്ചു. ആ വിസ്മയ പ്രകടനം 2014 ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. 2018 റഷ്യൻ ലോകകപ്പിലും ഒച്ചാവ തൻ്റെ മാന്ത്രികത ആവർത്തിക്കുന്നു. അന്നത്തെ നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മെക്സിക്കോ അട്ടിമറിച്ചപ്പോൾ ജർമ്മൻ പടയുടെ 9ഓളം കൃത്യമായ ഗോൾ ശ്രമങ്ങളാണ് ഒച്ചാവ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയത്. ടോണി ക്രൂസിൻ്റെയും തോമസ് മുള്ളറുടെയും ലോകോത്തര ഷോട്ടുകൾ ഒച്ചാവയുടെ കൈകളിൽ തട്ടി തകർന്നടിച്ചപ്പോൾ ജർമ്മനിക്ക് ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ നേരത്തെ മടങ്ങേണ്ടി വന്നു. ആ ലോകകപ്പിൽ ഉടനീളം ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയ രണ്ടാമത്തെ ഗോൾ കീപ്പറായി ഒച്ചാവ മാറി. തുടർന്ന് നടന്ന 2022 ഖത്തർ ലോകകപ്പിലും പോളണ്ടിൻ്റെ ഇതിഹാസ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ പെനാൽറ്റി തടുത്തുകൊണ്ട് താൻ ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണെന്ന് ഒച്ചാവ വീണ്ടും തെളിയിച്ചു. തുടർച്ചയായ 5 ലോകകപ്പ് സ്ക്വാഡുകളിൽ ഇടം നേടുക എന്ന അപൂർവ നേട്ടവും ഈ മെക്സിക്കൻ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു വിസ്മയമായി തുടരുമ്പോഴും ഒച്ചാവ പലപ്പോഴും ഫുട്ബോൾ ചരിത്രത്തിൽ വേണ്ടത്ര വാഴ്ത്തപ്പെടാതെ പോയൊരു യോദ്ധാവാണ്. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളായ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ എന്നിവയിൽ കളിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും മികച്ച ഗോൾ കീപ്പർമാർക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് മുൻപന്തിയിൽ വരാറില്ല. എന്നാൽ വ്യക്തിഗത പുരസ്കാരങ്ങളെക്കാളും വലിയ അംഗീകാരമാണ് ഓരോ ലോകകപ്പ് വരുമ്പോഴും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ അദ്ദേഹത്തിന് നൽകാറുള്ളത്. ഒച്ചാവയുടെ ചുരുണ്ട മുടിയും വശ്യമായ ചിരിയും കളിക്കളത്തിലെ അസാധ്യമായ ചടുലതയും ഫുട്ബോൾ ലോകത്തിന് എന്നും ഒരു ദൃശ്യവിരുന്നാണ്. വലിയ മാധ്യമ പൊലിമയോ PR ഏജൻസികളുടെ പിന്തുണയോ ഇല്ലാതെ തൻ്റെ കഠിനാധ്വാനവും അസാമാന്യമായ പ്രതിഭയും കൊണ്ട് മാത്രം ഫുട്ബോൾ ചരിത്രത്തിൻ്റെ സുവർണ താളുകളിൽ ഇടം നേടിയ ആളാണ് അദ്ദേഹം. ഗില്ലർമോ ഒച്ചാവ എന്ന ഇതിഹാസം വിരമിച്ചാലും ലോകകപ്പിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ പേര് ഒഴിവാക്കാൻ ആർക്കാണ് സാധിക്കുക? ഫുട്ബോളിൽ ഗോളടിക്കുന്നവർ മാത്രമല്ല, ഗോളുകൾ തടയുന്നവരും കളിയുടെ ഹീറോകളാകാം എന്ന് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു.
പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും വന്ന് ലോകവേദിയിൽ വൻ ശക്തികളെ വെല്ലുവിളിച്ച ഒച്ചാവ മെക്സിക്കൻ ജനതയ്ക്ക് കേവലം ഒരു കളിക്കാരൻ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ പോരാടാൻ പ്രേരിപ്പിച്ച ഒരു പ്രതീകമാണ്. കരിയറിലെ ഉയർച്ച താഴ്ചകൾ എന്തുതന്നെ ആയാലും ലോകകപ്പിൻ്റെ പച്ചപ്പുല്ലിൽ വിസ്മയങ്ങൾ തീർത്ത ആ വലകക്കുന്ന മന്ത്രവാദി ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും വാഴ്ത്തപ്പെടാത്ത ഒരു മഹായോദ്ധാവായി തന്നെ ജീവിക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.